പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിനെ കുറിച്ച് തന്നെയാണ്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നിലവിലുള്ള കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം പിൻവലിച്ച് പകരം അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പാക്കുമെന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു. ആധികാരികമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് കിട്ടിയ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വാർത്ത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. സ്വീകാര്യതയാണ് ആ വീഡിയോക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ജീവനക്കാരും അധ്യാപകരും വർഷങ്ങളായിട്ട്, അതായത് 2013 മുതൽ ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം നടപ്പാക്കിയത് മുതൽ അതിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ജീവനക്കാർക്ക് മതിയായ രീതിയിലുള്ള ഒരു പെൻഷൻ സ്കീം അല്ലാതെ മതിയായ രീതിയിലുള്ള ഒരു സംരക്ഷണം ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരന്തരമായിട്ട് സർവീസ് സംഘടനകളെ പ്രസ്തുത പെൻഷൻ സ്കീം പിൻവലിച്ച് പകരം ജീവനക്കാർക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടുന്ന രൂപത്തിലുള്ള ഒരു സ്കീം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ 2021 ഇലക്ഷനിലുള്ള പ്രകടന പത്രികയിൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം പിൻവലിക്കും എന്നുള്ള വാഗ്ദാനവും LDF നൽകിയിരുന്നു. ആ വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം പിൻവലിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പം പലർക്കും സംശയമുണ്ട്. അപ്പൊ ഈ സർവീസിൽ കയറാൻ വേണ്ടി കാത്തിരിക്കുന്ന, അതായത് PSC റാങ്ക് ലിസ്റ്റൊക്കെ ഉൾപ്പെട്ടവരും ഇനി അങ്ങോട്ട് PSC പരീക്ഷകൾക്ക് തീവ്രമായി പരിശീലനത്തിൽ ഏർപ്പെടുന്നവരും സർക്കാർ സർവീസിൽ കയറാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരും അതിന് സാധ്യതയുള്ളവരും അവർക്കൊക്കെ എന്താണ് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല. നേരത്തെ ഉണ്ടായത് 2013 മുമ്പ് നിലവിലുണ്ടായിരുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീം, അത് വളരെയധികം ജീവനക്കാർക്ക് നല്ല സുരക്ഷിതത്വം നൽകുന്ന ഒരു സ്കീം തന്നെയാണ്. വർഷങ്ങളായിട്ട് തുടരുന്ന സ്കീമാണ് 2013 പിൻവലിച്ച് പകരം കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം നടപ്പാക്കും. അപ്പൊ ഇതിന്റെ സവിശേഷത എന്ന് പറയുമ്പോൾ ജീവനക്കാര് ശമ്പളവും DA കൂട്ടിയതിന്റെ 10%, പേ പ്ലസ് DAയുടെ 10%, 10% കോൺട്രിബ്യൂഷൻ ജീവനക്കാരടക്കണം. അതേ എമൗണ്ട്, അത്രയും എമൗണ്ട് സർക്കാരും അടക്കും. ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ടിന് കിട്ടുന്ന അതിന്റെ ബെനിഫിറ്റ്, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫണ്ടാണ് ജീവനക്കാർക്ക് അവകാശപ്പെട്ടത്. അപ്പം ജീവനക്കാർക്ക് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് 3 പ്രാവശ്യം ആ ഫണ്ടിൽ നിന്നും ലോൺ എടുക്കാം. പിന്നെ അപ്പോൾ റിട്ടയർ ആവുന്ന സമയത്ത് അവരുടെ ഫണ്ടിലുള്ള എമൗണ്ടിൽ നിന്നാണ് അവർക്ക് നിശ്ചിത തുക പെൻഷനായിട്ട് ലഭ്യമാവാം. അപ്പം ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട്. ചിലർക്കൊക്കെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിൽ നിശ്ചിത സർവീസ് ഉണ്ടെങ്കിൽ, മിനിമം 10 വർഷമെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ മിനിമം പെൻഷൻ കിട്ടും. പക്ഷെ ആ ഒരു സംരക്ഷണമൊന്നും ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ ഉണ്ടാവില്ല. സർവീസിനനുസരിച്ചിട്ട് കൂടുതൽ സർവീസ് ഉള്ളവർക്ക് കുറച്ച് കൂടുതൽ കിട്ടും, സർവീസ് കുറഞ്ഞവർക്ക് അതിന് ആനുപാതികമായിട്ട് കുറയും. വളരെ കുറഞ്ഞ സർവീസൊക്കെ ഉള്ളവർക്ക് വളരെ തുച്ഛമായ സംഖ്യയെ കിട്ടുള്ളൂ. അത് അതിന്റെ ഏറ്റവും വലിയൊരു പരിമിതിയാണ്. പിന്നെ അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിൽ ഉള്ള ജീവനക്കാർക്ക് 56 വയസ്സാണ് പെൻഷൻ പ്രായം എങ്കിൽ, ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ 2013 മുതൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ വന്നിട്ടുള്ള ജീവനക്കാർക്ക് പെൻഷൻ പ്രായം 60 അപ്പോൾ അവർക്ക് 60 വയസ്സ് വരെ സർവീസിൽ തുടരാം. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിൽ കിട്ടുന്നമായുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും ഈ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ കിട്ടൂല എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപാകതകൾ ധാരാളമായിട്ടുണ്ട്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിന് പകരം ഇനി എന്ത് സ്കീമാണ് വരുന്നത്? പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിലേക്ക് ഒരിക്കലും തിരിച്ചു പോവില്ല. അതിന്റെ അധിക ബാധ്യതയൊക്കെ പരിഗണിച്ചിട്ടാണ് സർക്കാർ ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം കൊണ്ടുവന്നത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിലേക്ക് ഒരിക്കലും തിരിച്ചു പോകില്ല. പകരം അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന ഒരു സ്കീമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയുന്നു. എന്താണ് ഈ അഷ്വേർഡ് പെൻഷൻ സ്കീം എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും അറിവായിട്ടില്ല. ജീവനക്കാർക്ക് അത്യാവശ്യ പ്രയോജനമുള്ള ഒരു സ്കീം തന്നെ ആയിരിക്കും. കാരണം ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിന്റെ അപാകത കൊണ്ടാണല്ലോ അത് പിൻവലിച്ചിട്ട് അഷ്വേർഡ് പെൻഷൻ സ്കീം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ വിശദാംശങ്ങളൊന്നും വന്നിട്ടില്ല. അതൊക്കെ ഇനി അടുത്ത നാളുകളിൽ വരും. മിക്കവാറും ഈ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിട്ട് ഇതിന്റെ ഡിക്ലറേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും പിന്നെ പ്രഖ്യാപിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അടുത്ത് തന്നെ അതിന് തീരുമാനങ്ങളൊക്കെ വരും. അന്നേരം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ അറിയുന്ന നമുക്ക് എൻ്റെ YouTube ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ സർവീസ് കയറുന്നവർക്കൊക്കെ ഉപകാരപ്രദമായി ഇത്തരം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്
ലേറ്റസ്റ്റ് PSC അപ്ഡേറ്റ്സ് എന്നിവ യഥാസമയം നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. കൂടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.